ഓപ്പോ റെനോ 14F 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 14F 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ റെനോ 14F 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഏകദേശം 93.04% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1400 nits ആണ്. പിന്നെ ഡ്രാഗൺ ട്രെയിൽ DT Star D+ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 180 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.69 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഓപ്പൽ ബ്ലൂ, ഗ്ലോസി പിങ്ക്, ലുമിനസ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഫോൺ വെട്ടനീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 4290 mm² ആണ്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX882ൻ്റെ സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ തൈവാനിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ്ങും ആണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോ റെനോ 14F 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.